കിട്ടണ വല്ലാതെ സുന്നികൾക്ക് കോഴിയും മാടും ഒക്കെ എപ്പോഴും കിട്ടുന്നത് കൊണ്ടാ. എന്നാ അതിന്റെ പേരിൽ മുജാഹിദാകണ്ട. ഇത് KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഞാൻ അതുകൂടി കേൾപ്പിച്ച. ഇതാരാ? വെട്ടം അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന ആളാ. ഇയാളെ കഥ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ വിശദീകരിക്കാൻ സമയമില്ല. ഇത് കേരളത്തിലെ കേരള നെതുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. വളരെ ഷറഫുള്ള ഒരു സാധനമാണ്. നിങ്ങൾ കരുതിയ മാതിരി ഒന്നല്ല. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? ഇത് മുജാഹിദിന്റെ വലിയ നേതാവായിരുന്ന വെട്ടം അബ്ദുള്ള ഹാജി, കൂട്ടായി അബ്ദുള്ള ഹാജി, അതുപോലെ തവള ഹാജി, ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ആളാണ്. അന്നിപ്പോ എന്നോട് കൂടുതൽ ചോദിക്കരുത്. അയാളെ ഇത് പറയാണ് എന്താ, അയാൾക്കുള്ള പോരിശ. മൂപ്പര് വയലിന് പോകുന്നതിന്റെ മുമ്പും നന്നായി തിന്നും, കഴിഞ്ഞു വന്നതിന് ശേഷവും നല്ല വണ്ണം തിന്നണം എന്നാ മൂപ്പര സ്ഥിതിയാണ്. മുജാഹിദിന്റെ ഒരു പ്രബോധകന്റെ ഗുണാണ് ഇപ്പൊ പറഞ്ഞത്. ഏറ്റവും വലിയ നേതാവ് വയലിന് പോണതിന് മുമ്പും മൂപ്പർക്ക് നല്ലോണം തിന്നണം, കഴിഞ്ഞു വന്നതിന്റെ ശേഷവും തിന്നണം. നമ്മളൊക്കെ സ്ഥിതി എന്താ? ഇപ്പൊ ഞങ്ങളും ബലുക്കല്ലേ പറയുള്ളൂ. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നേരെ വരിക, സ്റ്റേജ് നമുക്ക് സ്വാഗതം പറഞ്ഞു, ചായ ഉണ്ടാക്കി വെച്ചിട്ട് നേരെ വേഗം കയറുക, സ്വാഗതം പറയാ, നന്ദി പറയാ, പ്രസംഗം തുടങ്ങാം. കഴിഞ്ഞിട്ട് പോകുമ്പോ ഭക്ഷണം ഉണ്ടായി കിട്ടും, പനില്ലായില്ലാണ്ട് അല്ലേ? ഇയാൾക്ക് അങ്ങനല്ല. വാതിന് പോകുന്നതിന് മുമ്പ് തിന്നണം, കഴിഞ്ഞു വന്നതിന് ശേഷവും നല്ല വണ്ണം തിന്നണം. ഇതുപോലെ മൂപ്പര മൗലിദ, മൂപ്പര മദ്ഹ. കഴിഞ്ഞിട്ടില്ല, തുടങ്ങണുള്ളൂ, ഞാൻ തുടങ്ങണുള്ളൂ. ഇനി നിങ്ങൾ കേട്ടോളി. അങ്ങനെ മൂപ്പര പരിപാടി എന്താ? മൂപ്പര് പ്രസംഗിക്കുക. പിന്നെ ഇത് വാളിന് മുമ്പുള്ള തീറ്റ, പിന്നെ ശേഷമുള്ള തീറ്റ, പിന്നെ വാളിൽ തുടങ്ങുമ്പോഴുള്ള പരിപാടി എന്താ? വാളിൽ അല്ല, ഹാജി പ്രസംഗം തുടങ്ങി. മുമ്പിൽ തന്നെ ചെറിയൊരു ഡെപ്പിയുണ്ട്. അതിൽ ലേഹ്യമാണ്. ഏത് മൗലവി? ലേഹ്യമാണ്. ലേഹ്യം കടാര കൊണ്ടാണ് തോണ്ടി തിന്നുന്നത്. അപ്പൊ കടാര കൊള്ളണ ഏതാണ്? ഡെപ്പിയാണ്. ചില്ലറ ഡെപ്പിയൊന്നല്ല. അതിൽ കടാര കൊണ്ട് ഇങ്ങനെ ലേഹ്യം തിന്നാ പിന്നെ ആ വഴിക്ക് വല്ല ഒരു സംശയം ചോദിക്കാൻ വരുമോ? നിങ്ങൾ ചിന്തിച്ചോക്കെ. മുജാഹിദിന്റെ ഒരു ദഴവത്തിന്റെ ശൈലിയാണിത്. കടാര കൊണ്ടാണ് തോണ്ടി തിന്നുന്നത്. പ്രസംഗത്തിനിടയിൽ ഇടയ്ക്കിടെ ഹാജി ലേഹ്യം തിന്നുന്നത് കൗതുകത്തോടെ നോക്കി തിന്നു. ഈ എഴുതിയ ആള് പറയാം, മുപ്പതിക്ക് കൗതുകം തന്നെയല്ലേ? വളർന്നു വരും കിടക്ക് ഞാൻ തൊക്കെ വെച്ചിട്ട് തിന്നിട്ട് ഇങ്ങനല്ലേ കടാരോട്ട് കയറി തിന്നങ്ങളൊക്കെ പാടെ നോക്കി തിന്നൂലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അങ്ങനെ മൂപ്പര് തുടങ്ങുമ്പോ അതിന്റെ ഇടയ്ക്ക് ലേഹം, അതൊരു കാര്യമാക്കേണ്ട വലിയൊരു കുപ്പിയിലുള്ള ഒരു ലേഹമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് വേറൊരു തീറ്റ ഉണ്ട്. എന്താ തീറ്റ? ഇതൊക്കെ മുജാഹിദ് എഴുതിയതാണ്, ഞാൻ എഴുതിയതല്ല. മുജാഹിദ് മൗലവി പ്രസംഗിക്കൽ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുനീളത്തിൽ നടന്നുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. അതായത് എന്റെ മാതിരി ഇങ്ങനെ നിന്നിട്ടൊന്നല്ല. മൂപ്പര് ഇവിടുന്നാണ് പ്രസംഗം തുടങ്ങി, അവിടെ പോകും, അവിടുന്ന് പോയി എങ്ങനെ പോകും, ഇങ്ങനെ നടന്നിട്ടാ. എന്നിട്ടോ അദ്ദേഹം പ്രസംഗിച്ചത് പഞ്ചസാരയും നെയ്യും കൂട്ടി ഇടയ്ക്കിടെ സേവിക്കും. അത് വേറെയും സേവിക്കും. നിങ്ങൾ ചിന്തിക്കണേ, ഡെപ്പിയിലുള്ളത് കടാര കൊണ്ട് വന്നു, പിന്നെ പഞ്ചസാരയും നെയ്യും തേനും ഒക്കെ പാടെ പൊരിച്ച് അത് വേറെ ഉണ്ട്. പിന്നെ എപ്പോഴാണ് ഇയാൾ ഇത് പ്രസംഗിക്കല് എനിക്കറിയില്ല. കഴിഞ്ഞിട്ടില്ല, തീറ്റ തുടങ്ങുന്നുള്ളൂ. അങ്ങനെ ഇയാളുടെ പരിപാടി എന്താ? അല്ല, ഇതിന്റെ പേരിൽ മതം മാറിയതാണെങ്കിലേ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. മാംസം ഹാജിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായിരുന്നു. ഒരു ദിവസം അവിടുത്തെ അധികാരിയോട് ഹാജി കാട്ടിയിറച്ചി കിട്ടുമോ എന്ന് അന്വേഷിച്ചു. കാട്ടിയിറച്ചി കിട്ടുമോ ചോദിച്ചു. അതിന് വന്നപ്പോഴേ നമ്മക്കൊക്കെ ഏറിയ എന്താ കിട്ടിയ, അവിടെയുള്ള അറക്കാനായി കൗത്ത് കാണിച്ചിട്ട് ഒരു കോഴിഞ്ഞേ, ആ കോഴിന്റെ അങ്ങനെ ഏറിയപ്പോ അതാ ഉണ്ടാകുക. അങ്ങനെ പക്ഷെ ഇയാൾക്ക് അതൊന്നും പോരാ, ഇയാൾക്ക് കാട്ടിയിറച്ചി തന്നെ കിട്ടണം. ഉടനെ തന്നെ അധികാരി വെടിവെച്ച് കാട്ടിയിറച്ചി കൊണ്ടുവരാൻ കാട്ടിലേക്ക് ആളയച്ചു. കാരണം മുജാഹിദ് പണ്ഡിതനല്ലേ, ഖുർആൻ ക്ലാസ് എടുക്കാൻ വന്ന ആളല്ലേ, ആള് മാംസം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അവന് കൊടുത്തു. കുറെ കഴിഞ്ഞ് കാട്ടിയിറച്ചി ലഭിക്കുകയും ഹാജി ഇഷ്ടം പോലെ സന്തോഷത്തോടെ തിന്നുകയും ചെയ്തു. ഇങ്ങനെയാണ് ഹാജിന്റെ പരിപാടി. വാളിന്റെ വരുന്ന മുമ്പ് നല്ല തീറ്റ. ഇത് മുമ്പ് തിന്നണം, പിന്നെ കാട്ടിയിറച്ചി വേറെയും തിന്നണം. നിങ്ങൾ ചിന്തിക്കണം. പിന്നെയാണ് സ്റ്റേജിൽ നിന്നുള്ള ലേഹം തീറ്റ കടാര കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് പഞ്ചാരയും ഇതൊക്കെ പാടെ കുഴമ്പിയത്, അത് വേറെ. എവിടേക്കാണ് ഇതൊക്കെ കയറ്റി വിടുന്നത് നമുക്കറിയാത്തത്. കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്കറിയോ, ഹാജി പരുഷമായ ഭാഷ സംസാരിക്കാതെ ഒരിക്കൽ ഉമറുകുട്ടി ഹാജി അദ്ദേഹത്തോട് പറഞ്ഞു. ആരോട്? ഈ വെട്ടം അബ്ദുള്ള ഹാജിയോട് പറഞ്ഞു, ഹാജി നിങ്ങൾ ഈ സംസാര ശൈലി ശരിയല്ല, ഭയങ്കര ഈർഷ്യതയിലും പരുഷ സ്വഭാവത്തിലോ സംസാരിക്കുന്നത്. ഹാജി പരുഷമായ ഭാഷ സംസാരിക്കാതെ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു. നല്ല ഭാഷ പറഞ്ഞാൽ നന്നായിരുന്നു. പ്രസംഗത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നു. അത് ഹാജിയർ കേട്ടപ്പോ ഹാജിയുടെ ചോദ്യം, ഹാജി എന്ന് പറഞ്ഞാൽ മുജാഹിദ് നേതാവ് വെട്ടം അബ്ദുള്ള ഹാജി, ഇത് ഹാജിയല്ല, ഇതൊരു ഓല മൗലവിയാ, ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹാജി അത് കേട്ടു പറഞ്ഞു, ശരി, എന്നാ അന്ന് ചീത്ത പറയില്ല. ചീത്ത പറയില്ലെങ്കിൽ നീ എന്തു തരും? അയാളിന് ഞാൻ ചീത്ത പറഞ്ഞില്ലെങ്കിൽ എന്താ കൈമടക്ക് തരിക? ഉമറെ വിഷയം അപ്പോഴും കണ്ണങ്ങട്ടാ നോക്കണങ്ങള്. അപ്പൊ ഉമർ കുട്ടി ഹാജി മറുപടി, ഹാജിക്ക് എന്താ വേണ്ടത്? അപ്പൊ ഹാജിയുടെ മറുപടി, പൂളയും ഇറച്ചി കൂട്ടാനും തന്നാൽ ഞാൻ ഇന്ന് അപ്രകാരം പറയില്ല.
അങ്ങനെ ഇറച്ചിയും പുളി ഇയാളെ ചീത്ത സഹിക്കാൻ വയ്യാതെ ഇറച്ചിയും പൂളിയും വെച്ചു കൊടുത്തു എന്നാ പറഞ്ഞു. നോക്കിങ്ങൾ മുജാഹിദിന്റെ ബുക്ക് അയാളെ പോരിശ പറയാണ്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, അങ്ങനെ എത്ര രീതിയിൽ പറയാനുണ്ടെന്ന് അറിയോ നിങ്ങൾ? ഈ മുജാഹിദ് മൗലവിമാര് കണ്ടോ, ഒരിക്കൽ എടവണ്ണയിൽ ഹാജി പ്രസംഗിക്കുകയും ഒന്ന് കേട്ടോ നിങ്ങൾ, അതിനിടയിൽ അല്പനേരത്തേക്ക് പ്രസംഗം നിർത്തി കുറച്ചു പാല് കുടിക്കാൻ വേണ്ടി. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പെടാത്തതാണ്. ലേഹത്തിന്റെ പുറമെ പല ഇതൊക്കെ പാട് വിരകിയത് അത് വേറെ, പാല് പിന്നെ വേറെയാണ്. അപ്പൊ ഒരുപാട് കലങ്ങൾ ഇവിടെ ഇങ്ങനെ വെക്കേണ്ടി വരും. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോ കിതാബാ കൊടുത്തു നോക്കൽ, മൂപ്പര് കൊടുത്തു നോക്കുമ്പോ കലകളും ഡബ്ബകളും തന്നെ നിരത്തി വെക്കേണ്ടി വരും. എന്നിട്ട് കുറച്ച് പാൽ കുടിക്കാൻ പറ്റും. അപ്പോൾ ഐതറുമല്ലാത്ത കുറച്ച് ബൈത്തുകൾ പാടാൻ തുടങ്ങി. നല്ല ആശയങ്ങളായിരുന്നു ആ ബൈത്തുകളുടെ ഉള്ളടക്കം. അപ്പോൾ ഹാജി പാലിന്റെ ഗ്ലാസ് മൊല്ലാക്കാക്ക് നീട്ടിങ്ങനെ കൊടുത്തു. ഐതറുമല്ലാക്കാന്റെ പാട്ട് കേട്ടപ്പോ ഇതിങ്ങനെ നീട്ടിക്കൊടുത്തു. ഗ്ലാസ് വാങ്ങാനായി മൊല്ലാക്ക് അങ്ങനെ അരിഞ്ഞു വന്നു. അവനൊരു പാലിട്ടല്ലോ, അന്നത്തെ കാലല്ലേ, വലിയ കാര്യത്തിന് മൂപ്പര് ആ പാല് കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വാങ്ങിയപ്പോ ഹാജി കൊടുത്തതുമില്ല. ഹാജി അപ്പൊ കൊടുത്തില്ല, ഇങ്ങോട്ട് വലിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഒറ്റ വലിക്ക് പാല് മുഴുവനും കുടിച്ചു തീർക്കുകയും ചെയ്തു. ഒറ്റ വലിക്ക് അയാളെങ്ങനെ പൂതിപ്പെടുത്തിയിട്ടാണോ വിളിച്ചോടത്തിന് ചോറില്ല എന്ന് പറഞ്ഞ മാതിരിയുള്ള പരിപാടി. ഇയാള് മുജാഹിദിന്റെ മൗലവി ചെയ്ത തീറ്റന്റെ ബഹുജോറായ രംഗാണ് ഈ പറയുന്നത്. ഇത് കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകമാണെന്ന് നിങ്ങൾ ഓർക്കണം. അതെ, അത് വേറുണ്ട്. ഉമർ മൗലവി ഇയാൾ ഇരുന്ന തൗഹീദ് പഠിച്ചത്. അബൂബക്കർ മൗലവി പറഞ്ഞിട്ടുണ്ടോ ഇയാൾ കത്തി കൊണ്ടാ പ്രസംഗിക്കാൻ വരല്? അത് ഇയാളെ വേറെയും മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ട്. കത്തി ഇയാളെ സ്റ്റേജിലുണ്ടാവുന്ന ആരും ആ വൈക്ക് അടുക്കരുത്. അതിനാണ് സഹോദരന്മാരെ ഇവിടെ മദ്ഹാണിത്. കണ്ടോ, പൂളയും ഇറച്ചിയുമാണ് ഹാജിയുടെ ഇഷ്ട ആഹാരം. ഒരു ജുസ് മുഴുവനാകുന്ന ദിവസം പൂളയും ഇറച്ചിയും ഉണ്ടാകണമെന്നത് നിർബന്ധമാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഒരു ജുസ് ഖുർആനിൽ ഓതി കഴിയുമ്പോ പൂളയും ഇറച്ചിന് കൊടുക്കാതെ മൂപ്പര് അടുത്ത വരിയാണ്ട് ഓതൂലാന്നാ. ഇവരെ ഖുർആൻ ക്ലാസിന്റെ അവസ്ഥയാണ് ഇത് പറയുന്നത്. ഞാൻ പറയുന്നത് തീറ്റന് ഇതെല്ലാം കൂടി വായിക്കുകയാണെങ്കിൽ നിങ്ങൾ സുബി വരെ ചിരിച്ചു പോകും. ആ ജാതി സംഗതി. മയിലിറച്ചിയുടെ കഥ ഇതിലുണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വെറുതെ എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാ ഞാൻ കൂടിയും പറയാം. എന്താ, മയിലിറച്ചിയെ പറ്റി ഇയാളോട് ചോദിച്ചു. ആരോട്? അബ്ദുല്ലാജി എന്ന കൂട്ടായി അബ്ദുല്ലാജിയോട് ചോദിച്ചു. അല്ല, മയിലിറച്ചി തിന്നാൻ പറ്റുമോ ചോദിച്ചു. മയിലിറച്ചി എന്നാൽ നമ്മളെ അതനുസരിച്ച് തിന്നാൻ പറ്റൂല, അത് നജസായ വസ്തുവാണ്, തിന്നാൻ പറ്റൂല. അപ്പൊ ഇയാള് സംശയം, ഇയാള് മറുപടി പറയാൻ മയിലിറച്ചി തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ മൂപ്പര മറുപടി എന്താ? അത് നിങ്ങളത് എനിക്ക് തന്നു നോക്കിയോ? ആ മറുപടി എങ്ങനെയുണ്ട്? എനിക്കത് തന്നു നോക്കിയോ, എന്നാലേ തിന്നാൻ പറ്റുമോന്ന് അറിയുള്ളൂ. അങ്ങനെ മയിലിറച്ചി കൊടുത്തുതാ. നന്നായി തിന്നിട്ട് മൂപ്പര നല്ല കോഴിയുടെ രുചിയാണല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ പന്നിമാംസം കിട്ടിയാ പറയില്ല, നല്ല ആട്ടിന്റെ രുചിയാകുന്നു എന്ന് പറയില്ല ഇയാള്. ഇവരുടെ പുസ്തകത്തിലുള്ള സംഗതികളാണ് സഹോദരന്മാരെ തീറ്റയുടെ രാജ്യത്തെ. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഇത് നേരിട്ട് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ സഹോദരങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു റാഹത്തും സന്തോഷവും വർദ്ധിപ്പിക്കട്ടെ, പ്രയാസങ്ങളെ തീർത്തു കൊടുക്കട്ടെ, ഉദ്ദേശങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ. സഹോദരങ്ങളെ, കേരളത്തിലെ വഹാബി പ്രസ്ഥാനം അത് ഞങ്ങളിപ്പോൾ കേരളത്തിൽ നവോത്ഥാനം ആരംഭിച്ച ഒരു നൂറ്റാണ്ട് തികക്കുകയാണ് എന്ന് പറഞ്ഞ് 1924 കേരളത്തിൽ രൂപീകരിച്ച കേരള നദുവത്തുൽ മുജാഹിദ്, അതിന്റെ ആദ്യ സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന 1924 രൂപീകരിച്ച് 2012 ആകുമ്പോഴേക്ക് 90 വർഷം ആകിയിട്ടില്ല. അപ്പോഴേക്ക് തന്നെ ഒരു നൂറ്റാണ്ട് തികക്കുകയാണ് കേരളത്തിലെ മുജാഹിദുകൾ. 90 വർഷം കഴിയുമ്പോഴേക്ക് ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുകയാണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനം. കഴിഞ്ഞ അവരുടെ ഭാഷയിൽ ഒരു നൂറ്റാണ്ട് കാലം പിന്നിട്ടപ്പോഴേക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുള്ളത് എന്താണ് എന്ന കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് വൈജ്ഞാനികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിന് ആവശ്യമായ വിവരങ്ങൾ നൽകി അവരെ കൈപ്പിടിച്ചുയർത്തി എന്നതാണോ കേരളത്തിലെ മുജാഹിദുകൾ ചെയ്തിട്ടുള്ളത്? ഒരിക്കലുമല്ല. അവർ ചെയ്ത നവോത്ഥാനം എന്ന പേരിട്ട് അവർ നടത്തിയിട്ടുള്ള വിപ്ലവങ്ങൾ, അല്ലെങ്കിൽ കുപ്രസിദ്ധമായ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ,
അത് വിശദീകരിക്കാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് മുജാഹിദുകളുടെ ക്യാമ്പയിൻ നടക്കുന്നതിന്റെ തൊട്ടു പുറകിലായി SSFന്റെയും SYSന്റെയും ശ്രദ്ധേയമായ ചുവടുവെപ്പുകളും ക്യാമ്പയിനുകളും അവരെ പിന്തുടർന്നുകൊണ്ട് തന്നെ പുറകിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ അതിന്റെ വിശദാംശത്തിലേക്ക് ഇറങ്ങാം. ഇപ്പൊ ചില ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്ന് ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം എന്താണെന്ന് അറിയാമോ? കേരളത്തിലുള്ള മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാകുന്നു, കാഫിറുകളാകുന്നു എന്നതാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനം എന്ന യാഥാർത്ഥ്യം, എന്ന സത്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ മനസ്സിലാക്കണം. ഞാനൊരു മൗലവി പറയുന്നത് നിങ്ങൾക്ക് കേൾപ്പിക്കട്ടെ. കേരളത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പോൾ 2 ഗ്രൂപ്പാണ്. AP ഗ്രൂപ്പുമുണ്ട്, EK ഗ്രൂപ്പുമുണ്ട്. എല്ലാവർക്കും അറിയാം. സുന്നികൾ 2 ഗ്രൂപ്പാണ്, മുജാഹിദുകൾ 5 ഗ്രൂപ്പാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വിശദീകരിക്കും. നമ്മൾ 2 ഗ്രൂപ്പേ ആയിട്ടുള്ളൂ. മുജാഹിദുകൾ ഈ ഒരു നൂറ്റാണ്ട് തികഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് തന്നെ 5 ഗ്രൂപ്പായി തീർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. ഈ 2 ഗ്രൂപ്പ് സമസ്തയുടെ നേതാക്കളും ആശയവും നമ്മുടെ മുമ്പിലുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ആ 2 ഗ്രൂപ്പ് സമസ്തയെ കുറിച്ചും മുജാഹിദുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഈ സമസ്തയുടെ നേതാക്കൾ അല്ലെങ്കിൽ സമസ്ത പ്രഖ്യാപിക്കുന്ന നിലനിർത്തുന്ന ആശയങ്ങൾ എന്താണെന്നറിയോ? അത് ജോർജ് W. ബുഷ് പറഞ്ഞിട്ടുള്ള ആശയമാണ്, വാജ്പേയി പറഞ്ഞിട്ടുള്ള ആശയമാണ്, തൊഗാഡിയ പറഞ്ഞിട്ടുള്ള ആശയമാണ്, അഡ്വാനി പറയുന്ന ആശയമാണ്. കേരളത്തിലുള്ള ലോകത്തുള്ള എല്ലാ അമുസ്ലിമീങ്ങളും പറഞ്ഞിട്ടുള്ള ആശയമാണത്രേ സുന്നികളായ നമ്മൾ പറയുന്നത്. കേരളത്തിലെ മുജാഹിദ് മൗലവി, താടിയുള്ള വലിയ ഒരു മൗലവി മൈക്കിയിലൂടെ വിളിച്ചു പറയുകയാണ്. ചുങ്കത്തറക്കാരൻ സുഹൈർ മൗലവി, അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ 90 വർഷം അവർ അല്ലെങ്കിൽ 80 വർഷം പ്രവർത്തിച്ചപ്പോഴേക്ക് അവർ ചെയ്തു കൂട്ടിയ ഏറ്റവും വലിയ നവോത്ഥാനം അതാണ്. കേരള മുസ്ലിമീങ്ങളൊക്കെ തന്നെയും സഹോദരങ്ങളെ അമുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിലാണ്, കാഫിറുകളാണ്. ഇതാണ് കേരളത്തിലെ മുജാഹിദുകൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് കേട്ടോളൂ, ആ മൗലവി പറയട്ടെ. ഏറ്റവും പ്രിയപ്പെട്ടവനാകണല്ലോ ബുഷും തഗാഡിയും ഒക്കെ. കാരണം എന്താ? അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് ആരാ പറയുന്നത്? അത് മുജാഹിദ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്നല്ലേ സമസ്തയുടെ ആശയം? അതാരാ പറയുന്നത്? ബുഷ്, ബാൽ താക്കറെ, തൊഗാഡിയ, നരേന്ദ്രമോദി, അഡ്വാനി, വാജ്പേയി, ലോകത്തുള്ള എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും പറയുന്നത് സമസ്തയുടെ ആശയമാണ്. കേട്ടില്ലേ? ലോകത്തുള്ള എല്ലാ മുശ്രിക്കുകളും എല്ലാ അമുസ്ലിമീങ്ങളും പറയുന്നത് സമസ്തയുടെ ആശയമാണ്. നോക്ക് നിങ്ങൾ, കേരളത്തിലെ മുജാഹിദിന്റെ ടോപ്പ് മൗലവി മുജാഹിദുകളെ മുന്നിൽ ഇരുത്തി പറയാണ്. എന്താ പറയുന്നത്? ലോകത്തുള്ള എല്ലാ അമുസ്ലിമീങ്ങളും പറയുന്നത് സമസ്തയുടെ നയമാണ്. അപ്പൊ എന്താ? ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ സമസ്തയുടെ ആളുകളായ സുന്നികളായ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം വെച്ചു പുലർത്തുന്നത്. ഒന്നെന്താ? അല്ലാഹു തആല ഒരുവനാകുന്നു, അല്ലേ? ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉണ്ട്. രണ്ടാമത്തേത് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാകുന്നു. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. നോക്കണം നിങ്ങൾ, കഴിഞ്ഞില്ല. അല്ലാഹുവിന് മലക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ലോകത്തുള്ള എല്ലാ മുശ്രിക്കുകളും കാഫിറുകളും അമുസ്ലിമീങ്ങളും ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നു എന്നാണ് കഥയില്ലാത്ത മൗലവി. സഹോദരന്മാരെ, അയാൾ താടിയിലുള്ള രോമത്തിന്റെ അത്ര എണ്ണമെങ്കിലും അയാൾക്ക് വെളിവുണ്ടെങ്കിൽ ഈ വിഡ്ഢിത്തം അയാൾ പറയുമോ? അമ്പിയാക്കളെ കുറിച്ചുള്ള വിശ്വാസം, കിതാബുകളെ കുറിച്ചുള്ള വിശ്വാസം, ഖിയാമത്ത് നാൾ കൊണ്ടുള്ള വിശ്വാസം, ഇതൊക്കെ വെച്ച് പുലർത്തുന്ന സമസ്തയുടെ കീഴിലുള്ള അഹ്ലുസുന്നയുടെ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളെ പോലെയാണ് ആര്? കേരളത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും, ഇവിടെയുള്ള ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഈ വിശ്വാസമാകുന്നു എന്ന കാര്യം സഹോദരങ്ങളെ മുജാഹിദുകളെ മുന്നിൽ നിർത്തി പറയുമ്പോ
ഇത് കേൾക്കുന്ന കൂട്ടത്തിൽ ഒരൊറ്റ മുജാഹിദെങ്കിലും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞോ മൗലവിങ്ങളാ പറഞ്ഞത് ശരിയല്ല? എന്താ ലോകത്തുള്ള സമസ്തക്കാര്, കേരളത്തിലെ സമസ്തക്കാര്, എല്ലാ സമസ്തയുടെ ആളുകളും സുന്നികളായ ആളുകളും ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും പോലെയാകുന്നു, ആ വിശ്വാസമാണ് ഇവർക്കുള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ലോ. കാരണം അത് തമ്മിൽ കുറെ ഡിഫറൻസിന്റെ വ്യത്യാസമുണ്ട്. ഒരൊറ്റ മുജാഹിദെങ്കിലും പറഞ്ഞില്ല. ഈ വലിയ മൂത്ത മുജാഹിദ് ഇങ്ങനെ പറഞ്ഞപ്പോ മുമ്പിലിരിക്കുന്ന സാധു മുജാഹിദ് താടിമീൻ തടവിട്ട് ഇങ്ങനെ ഞങ്ങളെ മൗലവിന്റെ ഒരു വിവരം, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും വിശ്വാസമുള്ള ഇയാൾ പറഞ്ഞത് ഭയങ്കര വിവരം തന്നെ. ആ താടിമൊന്നിങ്ങനെ തടവും. ഒരു കഥയുമില്ലാത്ത സാധു ജനങ്ങൾ, അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. നമുക്ക് അവരോട് കുറ്റപ്പെടുത്താനില്ല, അവർ വിവരമില്ലാത്തവരാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ മുജാഹിദുകൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, നമ്മളെ ഇന്നലെ നമ്മളെ കൂടെ സ്കൂളിലും മദ്രസയിലും പഠിച്ചിരുന്ന ആളുകൾ ഒരു കാലത്ത് സുപ്രഭാതത്തിൽ നേരം പെടുത്ത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് താടിയും തൊപ്പറയും ഒക്കെ പാടാ ഭയങ്കര സംഗതി. ഞാൻ ഖുർആനും സുന്നത്തുമായിട്ട് വരികയാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മളെ മുമ്പിൽ വിലപ്പോവോ? സഹോദരന്മാരെ, അവർ സാധുക്കളാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. കഥയില്ലാത്തത് കൊണ്ടാണ്, വിവരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ കാഫിറുകളായ ആ ആളുകളെ പോലെയാകുന്നു എന്ന് പറയാൻ കേരളത്തിലെ മുജാഹിദുകൾ ആർജവം കാണിച്ചു എന്നതാണ് കഴിഞ്ഞ 90 വർഷക്കാലം മുജാഹിദ് പ്രവർത്തിച്ച് കേരളത്തിൽ ചെയ്ത ഏറ്റവും വലിയ നേട്ടം. കഴിഞ്ഞില്ല, ഒരു കാര്യവും കൂടി അവർ പറഞ്ഞു. അതെന്താ? മഹാനായ ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിയിൽ മൻഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവർകൾ ബിംബമാകുന്നു, വിഗ്രഹമാകുന്നു. ഇത് പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള പ്രസ്ഥാനം കേരളത്തിലെ മുജാഹിദുകളാണ്. അവർ ചെയ്ത ഏറ്റവും വലിയ ഒരു വിപ്ലവമാണത്. എന്ത്? മമ്പുറത്തെ തങ്ങൾ ബിംബമാകുന്നു, വിഗ്രഹമാകുന്നു. അവിടെ സിയാറത്തിന് പോകുന്ന സുന്നികൾ അവർ വിഗ്രഹ ആരാധകരാകുന്നു, ബിംബാരാധകരാകുന്നു. കേരളത്തിലെ മുജാഹിദ് പറഞ്ഞിട്ടുള്ള, അവരിവിടെ കാണിച്ചിട്ടുള്ള, നടത്തിയിട്ടുള്ള നവോത്ഥാനമാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഒരു മൗലവി പറയുന്നത് കേട്ടോളൂ, നിങ്ങൾ വെച്ചുകൊടുക്ക്. മമ്പുറത്തെ തങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ആ മൗലവിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേട്ടോളൂ. അയാൾ പറയട്ടെ. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. കേട്ടില്ല നിങ്ങൾ? മമ്പുറത്തെ തങ്ങൾ ഒരു വിഗ്രഹമാണ്, അവരെയാണ് ആരാധിക്കുന്നത്. സുന്നികൾ സാക്ഷാൽ വിഗ്രഹ ആരാധകരാകുന്നു. കേരളത്തിലെ മുജാഹിദുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദർശമാണ്. ഇതാണ് അവർ ചെയ്ത കഴിഞ്ഞ 90 വർഷക്കാലം ചെയ്ത നവോത്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. കഴിഞ്ഞില്ല സഹോദരന്മാരെ. മുജാഹിദുകൾ ഒരു പടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയോ? കേരളത്തിലെ സുന്നികളും ക്രിസ്ത്യാനികളും ഒരുപോലെയാകുന്നു. സുന്നികളും ക്രിസ്ത്യാനികളും ഒരുപോലെയാകുന്നു. അവർ ചെയ്ത നവോത്ഥാനം അത്. ക്രിസ്ത്യാനികളായ ആളുകളെ പോലെയാണ് കേരളത്തിലെ സുന്നികൾ എന്ന് മുജാഹിദ് മൗലവി പറയുന്നു. എന്ന് കേട്ടോളൂ, അന്ന് വെച്ചുകൊടുത്ത. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. കണ്ടോ? ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാണ്, രണ്ടും ഒന്നാകുന്നു. സഹോദരന്മാര് ചിന്തിക്കണം. ക്രിസ്ത്യാനികളെ പോലെയാണ് സുന്നികൾ എന്ന് കേരളത്തിലെ മുജാഹിദുകൾ. നിങ്ങൾ നോക്കണം, അവർ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനാണിത്. ഈ രാജ്യത്ത് കഴിഞ്ഞിട്ടില്ല. ഞാൻ വിശദീകരിക്കാൻ സമയം വൈകുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, മുജാഹിദ് അനുയായികളെ വിളിച്ച് നേതാക്കൾ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ നിരീശ്വരവാദിയായാലും ശരി സുന്നിയാകരുത്. നിരീശ്വരവാദി എന്ന് പറഞ്ഞ എന്താ? അള്ളാഹു ഇല്ല, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിന് നിങ്ങൾ പെട്ടോളൂ, എന്നാലും ശരി സുന്നിയാകാൻ പാടില്ല. മുജാഹിദ് നേതാവ് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അയാൾ അനുയായികളെ വിളിച്ചു പറയുന്നു. വെച്ചുകൊടുത്ത. അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. APK സുന്നി, രണ്ട് സുന്നി ആയാലും കണക്കാണ്. അതിന്റെ പേരിൽ ഇനി മാറിക്കണ്ട, അടുത്തേക്ക് നിന്നോളി. ആരും അതിന്റെ പേരിൽ കുറ്റിപ്പൊന്തയിൽ നിൽക്കണ്ട. അടുത്തേക്ക് നിന്നിട്ട് നിങ്ങളും മുശ്രിക്കാന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ പേരിലൊന്നും നമ്മൾ മാറണ്ട. AP ഗ്രൂപ്പ് മുശ്രിക്കാണ്, EK ഗ്രൂപ്പ് മുശ്രിക്ക് തന്നെയാണ്. മുജാഹിദിന് രണ്ട് ഗ്രൂപ്പും കണക്കാണ്. വെറുതെ പിന്നെ നമ്മൾ മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളുടെ അടുത്തേക്ക് സ്ഥലം നിന്നിടത്താണ് ഓൾക്ക് കൂടി അടുത്തേക്ക് എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുക്കണം. പറയട്ടെ. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ട് പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല.
മുശ്രിക്കിന്റെയും കാഫിറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. സുന്നി ആയാൽ രണ്ട് ശിക്ഷയാണ്, ഒന്ന് കാഫിറിന്റെ ശിക്ഷ, മറ്റൊന്ന് മുശ്രിക്കിന്റെ ശിക്ഷ. സുന്നി ആയാൽ രണ്ട് ശിക്ഷ, നിരീശ്വരവാദിയായ ഒരു ശിക്ഷയുള്ളൂ. അതുകൊണ്ട് നിരീശ്വരവാദിയായാലും ശരി നിങ്ങൾ സുന്നിയാകരുതേ. മുജാഹിദ് പഠിപ്പിക്കുന്ന തൗഹീദാണിത്. ഇതാണ് ഇവർ പറയുന്ന തൗഹീദ്. ഇത് ഇസ്ലാമാണോ? ഇവിടെ ചിന്തിക്കുന്ന ആളുകളില്ലേ സഹോദരന്മാരെ? വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇങ്ങനെ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കുക, കാഫിറാക്കുക എന്നതാണ് കേരളത്തിലെ മുജാഹിദുകൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നവോത്ഥാനം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.